നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. TV പ്രേക്ഷക സംഗമം മാർത്താണ്ഡം ജൂൺ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ലക്ഷ്മി നാരായണ കല്യാണ മണ്ഡപം, മാർക്കറ്റ് റോഡ്, മാർത്താണ്ഡം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. കർത്താവിൻ്റെ ഒരു പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ സമയവും അത് വിലപ്പെട്ടതാണ്. അതെൻ്റെ ലൈഫിനെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മളെ അവൻ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ മരിച്ചവരായിരുന്നു നമ്മൾ, എന്നാൽ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ അവിടെ നിന്ന് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിൽ നമ്മളെപ്പോഴും ആയിരിക്കണം. ആ സ്നേഹം എന്നെ കൺട്രോൾ ചെയ്യണം. ആ സ്നേഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത ഒരു അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ കർത്താവുമായുള്ള ഒരു നല്ല ലൈഫിലേക്ക് വരുവാനായി കഴിയത്തുള്ളൂ. ദൈവജനം പറയുക, അതെന്നെ കൺട്രോൾ ചെയ്യണം. എൻ്റെ ചിന്താമണ്ഡലങ്ങളെ അത് കൺട്രോൾ ചെയ്യാനിടയാണ്. നിങ്ങളുടെ ലൈഫിൽ ദൈവമായുള്ള ആഴമായൊരു ബന്ധമുണ്ടാകട്ടെ. ആ സ്നേഹബന്ധം നിങ്ങളെ കൺട്രോൾ ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമുക്കിനി ആ മെസ്സേജിലേക്ക് പോകാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം നമ്മളെ രക്ഷിക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്ന വലിപ്പമുള്ള ആ ആത്മീയ അനുഭവത്തെ പലപ്പോഴും അതിശയത്തോടെ നോക്കി നിൽക്കാനേ നമുക്ക് എല്ലാവർക്കും കഴിയത്തുള്ളൂ. കാരണം കരുണാസമ്പന്നനായ ദൈവം, എഫെസ്യ ലേഖനം 2:4 ഞാനൊന്ന് വായിക്കുകയാ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ മഹാസ്നേഹമായിരുന്നു. അതൊരു സാധാരണ സ്നേഹമല്ലായിരുന്നു. ആ സ്നേഹം എന്ന വാക്കിനെ ഇവിടെ പഠിക്കേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ച നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. ആ മഹാസ്നേഹം നമ്മളിൽ വ്യാപരിച്ചപ്പോൾ നടന്ന ഒരു വലിയ കാര്യം പൗലോസ് പറയുകയാ, തിന്മയിൽ കിടന്ന ഞാൻ ക്രിസ്തുയേശുവിൽ വീണ്ടെടുക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. നിങ്ങൾ ഏത് സ്ഥിതിയിലാണ് കിടക്കുന്നതെങ്കിലും യേശുവിനെ വീണ്ടെടുക്കാനായി കഴിയും. നിങ്ങളതിന് കൈ അടിച്ചോ ഇല്ലയോ എന്നല്ല വിഷയം. ഒന്ന് ചേർന്ന് കൈ അടിച്ചൊരു ആമീൻ പറ. നിങ്ങൾ കിടക്കുന്ന സ്ഥിതി എത്ര മോശമാകട്ടെ, എത്ര വേസ്റ്റ് ആകട്ടെ, ആ വേസ്റ്റ് ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് രക്ഷിപ്പാൻ ഒരുവന് കഴിയും. അതിന് കർത്താവിന് വടിയുടെ ആവശ്യമില്ല, കർത്താവിന് രോഗത്തിൻ്റെ ആവശ്യമില്ല, കർത്താവിന് കടഭാരത്തിൻ്റെ ആവശ്യമില്ല. പകരം അവൻ്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ നീ കിടക്കുന്ന ഏത് മോശം സ്ഥിതിയായാലും അതിൽ നിന്ന് നീ പുറത്തു വരുവാനിടയാകും. ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ചിന്തകളിൽ വ്യാപരിക്കുന്ന ദൈവസ്നേഹമാണ്. അത്രത്തോളം എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ദൈവദിനത്തിലേക്ക് ഒന്ന് വരാം. എഫെസ്യ ലേഖനം 2 അതിന്റെ 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയും എൻ്റെ മുമ്പത്തെ ആഴ്ചകളിലെല്ലാം നമ്മൾ ചിന്തിച്ചത് 2 വാക്യമായിരുന്നു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും, നമ്മളതിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, അറ്റ്മോസ്ഫിയർ, പവർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ആകാശത്തിലെ ശക്തികൾ എന്ന് എഴുതിയിരിക്കുന്നത്, ആ പവർ ഓഫ് ദ എയർ എന്ന് എഴുതിയിരിക്കുന്നത്,
അന്തരീക്ഷത്തിലെ ശക്തി എന്ന് എഴുതിയിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ശക്തിയിൽ നിന്നും നമ്മളെ ദൈവം വീണ്ടെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞു, ചില അന്തരീക്ഷങ്ങളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റൂമിൽ കയറുമ്പോൾ തോന്നിയിട്ടുണ്ടോ, വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റർനെറ്റ് തുറന്നിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാ തോന്നിയിട്ടുണ്ടോ? ദാറ്റ്സ് അറ്റ്മോസ്ഫിയർ. നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വികാരങ്ങൾ ഉണ്ടാകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു അറ്റ്മോസ്ഫിയർ ആണ്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്താലും ഇറിറ്റേറ്റഡ് ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതൊരു അറ്റ്മോസ്ഫിയർ ആണ്. ആ അറ്റ്മോസ്ഫിയർ പിശാച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മളിൽ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ വേദപുസ്തകം പറയുന്നത് അനുസരണക്കേടിന്റെ അനുഭവത്തിൽ നമ്മൾ നയിക്കപ്പെടാൻ തുടങ്ങും. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നമുക്ക് ആ വാക്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ നിങ്ങൾ അനുസരിച്ച് നടന്നിരുന്നു. പൗലോസ് പറയുവാ, ഞാൻ ഒരിക്കൽ അനുസരിച്ച് നടന്നിരുന്നത് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആ ശക്തികളെയായിരുന്നു. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറുകളെ നിയന്ത്രിക്കുന്ന, ആകാശമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്ന, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ ഓരോ അന്തരീക്ഷങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തികളെ അനുസരിച്ചായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പറയുക, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട്, ഒന്നുകൂടെ ഞാൻ വായിക്കാം. ആകാശത്തിലെ ശക്തികൾ, ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ നമ്മളിലേക്ക് സ്വാധീനിക്കപ്പെട്ടപ്പോൾ, നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ, അടുത്ത വാചകം പറയുക, നാം എല്ലാവരും ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായി തുടങ്ങി. ജഡത്തിന്റെ ഇഷ്ടത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്യാനായി തുടങ്ങി. അപ്പൊ ഞാൻ എൻ്റെ മനോവികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോ നമ്മൾ പറയുന്ന എന്തൊരു സാധനമാണ് ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്, ഞാനെന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. പക്ഷെ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങളുടെ മനോവികാരങ്ങളെ നിയന്ത്രിക്കുന്നത് ആകാശത്തിലെ അധിപതി അല്ലെങ്കിൽ പിശാചിന്റെ ശക്തികളാണ്. അപ്പൊ കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, പിശാചിന്റെ ശക്തികൾ നമ്മുടെ മനോമുഗ്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ മനോചിന്തകൾക്കകത്തേക്ക് ചില ചിന്തകൾ കൊണ്ടുവന്ന് ജഡത്തിനകത്ത് വികാരങ്ങൾ ഉണ്ടാക്കുവാൻ അവന് സാധ്യമാണെന്ന്. Can I repeat it? ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ മനസ്സിനകത്ത് വികാരങ്ങൾ കൊണ്ടുവന്ന്, നമ്മുടെ ചിന്തകളിൽ വികാരങ്ങൾ കൊണ്ടുവന്ന്, നമ്മുടെ ശരീരത്തിലേക്ക് ആ വികാരങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന വിധത്തിൽ മോശം ചെയ്യിക്കുവാൻ, ആകാശത്തിലെ ശക്തികളുടെ സ്വാധീനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ പിശാചിന് കഴിയുമെന്ന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് നോക്കാവോ, എങ്ങനെയാ നിങ്ങൾ തെറ്റിപ്പോയത്? നിങ്ങളുടെ മനസ്സിനകത്തായിരുന്നു ആദ്യ വികാരങ്ങൾ വന്നത്, മനസ്സിനകത്തായിരുന്നു ചിന്തകൾ വന്നത്. അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു, അത് നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. ദേഷ്യമാണ് മനസ്സിൽ വന്നത്, ആ ദേഷ്യം നേരെ ശരീരത്തിലേക്ക് പടരാൻ തുടങ്ങി. ആ പടർന്നപ്പോൾ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റു. എന്താ കയ്യിൽ കിട്ടിയത് അതെടുത്ത് എറിഞ്ഞു. അല്ല, കയ്യിലിരുന്ന മൊബൈലാണെന്നോ വില കൂടിയതാണെന്നോ നോക്കിയില്ല, ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു. അല്ല, ദേഷ്യം വന്നു, എന്റെ ഭാര്യയാണ്, അടിക്കാൻ പാടില്ലെന്നറിയാം, സ്ത്രീ ബലഹീന പാത്രമാണെന്നറിയാം, പക്ഷെ നോക്കിയില്ല. ദേഷ്യം എന്നെ നിയന്ത്രിക്കുക. മനസ്സിലുണ്ടായ ചിന്ത ശരീരത്തിലേക്ക് വന്നു, ശരീരത്തെ അത് നിയന്ത്രിക്കാൻ തുടങ്ങി. അതാണ് ദേഷ്യമായി വെളിപ്പെട്ട് വഴക്കായി തീർന്നത്, അടിയായി തീർന്നത്, കൊലപാതകമായി തീർന്നത്. നിങ്ങൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ, ഞാൻ എന്തൊരു സാധനമാ, അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, അങ്ങനെ വിചാരിക്കേണ്ടായിരുന്നു, അപ്പോൾ അത് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ അങ്ങനെ നോക്കണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ എടുത്തു പറയണ്ടായിരുന്നു.
അപ്പോൾ ആ സ്ത്രീയോട് അങ്ങനെ സംസാരിക്കരുതായിരുന്നു, ആ സ്ത്രീയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, ആ പുരുഷനോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, ആ മോനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ആ മോളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എന്തൊരു സാധനമാണെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ഇരുട്ടിന്റെ ശക്തികളായിരുന്നു. കുറച്ചു നേരത്തിനേക്ക് ഇരുട്ടിന്റെ സ്വാധീനം നിങ്ങളെ കൺട്രോൾ ചെയ്തു. നിങ്ങൾ പറയുന്നത് ഞാൻ എന്തൊരു സാധനമാണെന്ന് സ്വയം കഴിക്കുമ്പോൾ പിശാച് പറയും, നീ കൊള്ളരുതാത്തവനാടാ, നീ ഒരിക്കലും നേരെ അല്ലല്ലല്ല. അവന്റെ ചിന്തകൾ നിന്റെ അകത്തേക്ക് പകർന്നതാണ് പിശാചിന്റെ സൂത്രം എന്ന് പറയുന്നത്. ഒരു നല്ല ഹാലോലിയ പറഞ്ഞാണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളിൽ പിശാച് പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുക. എന്റെ കോടൊന്ന് പറയാവോ? എന്റെ ചിന്തകളിൽ പിശാച് പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുക. ഞാൻ ജസ്റ്റിനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എങ്ങനെയാ നമ്മളെ രക്ഷിച്ചതെന്ന് അറിയാവോ? കരുണാസമ്പന്നനായ ദൈവം നമ്മെ അവന്റെ മഹാസ്നേഹത്താൽ രക്ഷിച്ചെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ മോശം ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാ എന്നെ കർത്താവ് പുറത്തു കൊണ്ടുവന്നേ? എങ്ങനെയാ ചിന്താഗതികൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്നേ? എങ്ങനെയാ ഞാൻ നേരെയാകുന്നത്? എങ്ങനെയാ ദൈവം ഒരു സുപ്രഭാതത്തിൽ കർത്താവ് വന്നിട്ട് എൻ്റെ ചിന്തകളെല്ലാം തുടച്ചു കളഞ്ഞു? അങ്ങനെയല്ല. കർത്താവിൻ്റെ ആ കരുണാസമ്പന്നനായ ദൈവമോ തൻ്റെ മഹാസ്നേഹത്തെ, ആ സ്നേഹം എൻ്റെ അകത്തേക്ക്, എൻ്റെ മനസ്സിനകത്തേക്ക് കയറി വന്നു. എൻ്റെ ചിന്തകളിൽ അവന്റെ സ്നേഹം സ്വാധീനിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമേൻ പറയാവോ? എൻ്റെ മനസ്സിനകത്ത് ക്രിസ്തുവിലൂടെ ദൈവം എന്നെ സ്നേഹിച്ചത് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ആ സ്നേഹം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ, ഞാൻ അതിനെ അംഗീകരിച്ചപ്പോൾ, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ, ആ സ്നേഹത്തിന് എൻ്റെ മനസ്സിൽ ഇടം കൊടുത്തപ്പോൾ, അത് നേരെ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് കടന്നിട്ട് എന്നെ കംപ്ലീറ്റ് നിയന്ത്രിക്കാൻ തുടങ്ങി. അതായിരുന്നു നീ രക്ഷിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഞാൻ ഇനി മുതൽ യേശുവിനോട് ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനമെടുത്തത്. സിമ്പിളാണ്. ആരോ ഒരു ശക്തം എന്തോ എൻ്റെ അകത്തേക്ക് കയറിയ ആ സ്നേഹത്തിന്റെ ബലം എൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ചിന്താമണ്ഡലങ്ങളെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ സ്നേഹിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയത്തില്ല, ഇതിനേക്കാൾ സ്നേഹിക്കാൻ എൻ്റെ ഭർത്താവിന് കഴിയത്തില്ല, ഇതിനേക്കാൾ സ്നേഹിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയത്തില്ല, ഇതിനേക്കാൾ സ്നേഹിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഈ സ്നേഹമാണ് മറ്റെല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠമെന്ന് എവിടോ ഗ്രഹിച്ചപ്പോ മറ്റേതിനേക്കാൾ, മറ്റേ ഇഷ്ടത്തിനേക്കാൾ എല്ലാം ഉപരി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞതാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, രണ്ടുപേരും ഒരേപോലെ സ്വാധീനിച്ചത്, പിശാചും ആകാശത്തിലെ ശക്തികളും എന്നെ സ്വാധീനിച്ചത് എൻ്റെ മനസ്സിനെയാണ്, ദൈവവും സ്വാധീനിച്ചത് എൻ്റെ മനസ്സിനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ചിന്താമണ്ഡലമാണ് ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും ഏറ്റവും വലിയ സ്ഥലം എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ. എൻ്റെ ചിന്താമണ്ഡലമാണ് പിശാചിനും ദൈവത്തിനും ഒരേപോലെ പ്രവർത്തിക്കാനുള്ള സ്ഥലം. ഒന്ന് കരമുയർത്തി എന്നോടൊപ്പം ഒന്ന് പറയാവോ? എൻ്റെ ചിന്താമണ്ഡലമാണ് പിശാചിനും ദൈവത്തിനും ഒരേപോലെ സ്വാധീനിക്കാൻ പറ്റുന്ന സ്ഥലം. നിന്റെ ചിന്താമണ്ഡലത്തെ ലോകം സ്വാധീനിച്ചാൽ നീ ലോകത്തിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആകും, സ്വാധീനിക്കപ്പെടും. നിന്റെ ചിന്താമണ്ഡലത്തെ ദൈവം സ്വാധീനിക്കാൻ നീ വിട്ടുകൊടുത്താൽ നിന്റെ ശരീരത്തെ, നിന്റെ നിത്യതയെ നിത്യമായി കരുതുവാൻ ദൈവം സ്വാധീനിക്കും. സഹോദരങ്ങളെ, ജഡത്തിന്റെ ചിന്തകളിലേക്ക് നിങ്ങളെ നടത്തുവാൻ, പിശാചിന്റെ സ്വാധീനത്തിലേക്ക് നിങ്ങളെ വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകരുത്. പൗലോസിന്റെ ഒരു വാക്യത്തിലേക്കും കൂടെ വരാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം എടുക്കാം, 5-ാം വാക്യം വായിക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളത് ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. രണ്ട് ചിന്തകളെ കുറിച്ച് പൗലോസ് പറയുക. ആത്മസ്വഭാവമുള്ളവർ. എന്നിട്ട് അടുത്ത വാചകം ഒന്ന് വായിക്കാം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അടുത്ത വാക്ക്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. അടുത്ത വാക്ക്, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു കൂട്ടം കാര്യം പൗലോസ് പറയുക. നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്.
ഒരു വാചകം കൂടെ ചേർന്നെന്ന് പറയാം, എൻ്റെ ചിന്തയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമുക്കെല്ലാം അറിയാല്ലേ കാര്യം, നമ്മുടെ ചിന്തയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നീ ജഡത്തിനായി ചിന്തിക്കാൻ തുടങ്ങിയാൽ വേദപുസ്തകം പറയുക നിന്റെ ജീവിതം മരണത്തിൽ അവസാനിക്കും. നീ ആത്മാവിനായി ചിന്തിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവൻ സമാധാനത്തിലും ജീവനിലേക്കും വരാൻ തുടങ്ങും. നിന്റെ ജഡത്തിൽ നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിന്റെ ചിന്ത നിന്നെ മരണത്തിലേക്ക് എത്തിക്കും. നമ്മളെ ചിന്തിപ്പിക്കുന്നത് പിശാച് എങ്ങനെയാണ്? ഞാൻ ജഡത്തിലേക്ക് ചിന്തിക്കുവാൻ തക്കോണം കാരണമാകുന്നത് എങ്ങനെയാണ്? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവൂ. ജഡത്തിന്റെ ചിന്തകളിലേക്ക് എന്നെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 100 കാര്യങ്ങൾ ഇന്ന് പറയാൻ എനിക്ക് പറ്റും, പക്ഷേ 1-2 പ്രധാന കാര്യങ്ങൾ തൊട്ടോട്ടെ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവൂ. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാന ചിന്തകൾ എങ്ങനെയാണ് പിശാച് നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുന്നത്? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്ക് മനസ്സിലായത് അവിടെയാണ് പിശാചിന്റെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമേ, നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്ന് നോക്കിയേ. നിങ്ങൾ അന്ന് യൂട്യൂബ് തുറക്കുന്നത്, ഇപ്പൊ യൂട്യൂബ് കുറെ ഈസി ആട്ടോ. നിങ്ങൾ ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും എന്നാൽ ആ സമയത്ത് അട്രാക്ഷൻ തോന്നുന്നതുമായ ചില ചിത്രങ്ങളുമായിട്ട് യൂട്യൂബ് വരും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ വെറുതെ ഇരിക്കുവോ? നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് കാര്യത്തിൽ ഇൻവോൾവ് ആയാലും അത് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ടോ? ദാറ്റ്സ് ഫ്രം ഡെവിൾ. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുവോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതും കൂടെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന്. ആ സമയത്ത് തോന്നും ഭാര്യ എന്ന് വിളിച്ചിട്ട് ആ കാര്യം എന്താ എന്ന് ചോദിക്കാൻ. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ തോന്നും ഇത്രയും ദിവസമായിട്ട് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചില്ലല്ലോ, അത് ഇപ്പൊ തന്നെ വിളിച്ചില്ലെങ്കിൽ ഇത്രയും നാൾ താമസിച്ചു പോയില്ലേ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കുക, ബ്രദറിന് അങ്ങനെ തോന്നുവോ? ഞാൻ 100 വട്ടം ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ അതൊക്കെ ഉണ്ടാകുന്നേ. അതുകൊണ്ടാണ് ഞാനിത് പഠിക്കുകയും ചെയ്തത്. പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തോന്നും ആ ആള് പൈസ തരാനുള്ളതല്ലേ, അയാളോട് ഇതൊരു ചോദിച്ചില്ലല്ലോ, ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ദൈവമേ ഇത്രയും ദിവസം ഞാൻ എങ്ങനെ മറന്നത്, അയ്യോ ആ കാര്യം ഇങ്ങനെ ചെയ്യണ്ടല്ലേ. 100 ചിന്തകൾ വരും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ലാതെ ഇത് ഓർമ്മ വരത്തു പോലും ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ശരിയാണോ? ഞാൻ എടുത്ത ഡിസിഷൻ ഞാൻ പറയാം. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിൻ്റെ അടുക്കൽ ഒരു പേപ്പറും ഒരു ബോർഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പേന എൻ്റെ മുമ്പിൽ എപ്പോഴും കാണും. എനിക്ക് ആ സമയത്ത് തോന്നിയതെല്ലാം ഞാൻ എഴുതി വെക്കും, പക്ഷേ ഞാൻ എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ പുറകെ പോകത്തില്ല. ഒരു കാര്യം തോന്നി ആ സമയത്ത് ഞാൻ മറന്നുപോയ കാര്യമാണ് എഴുതി വെക്കും, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം. അടുത്ത കാര്യം സോളിയെ വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ സോളിയെ ഇന്ന കാര്യത്തിന് വിളിക്കണം, പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം. വാട്സപ്പ് തുറന്നു നോക്കണം തോന്നിയാൽ ഞാൻ തുറന്നു നോക്കത്തില്ല. എനിക്കറിയാം തുറന്നു നോക്കിയാൽ ഞാൻ എൻ്റെ പുറകിലായി പോകും. ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ളിടത്തെല്ലാം ഞാൻ പുറകിലായി പോയിട്ടുണ്ട്. യൂട്യൂബ് തുറന്നു നോക്കണം തോന്നിയ പാട്ടിനെ ആളുകൾ കാണുന്നു എന്ന് നോക്കിയാൽ ആ നോക്കിയത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും സുബോധം വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങൾ എൻ്റെ കൂടെ ആണോ? നമ്മുടെ പാട്ടാ നോക്കിയത്, പക്ഷെ ആ പാട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വന്നൊരു സ്ക്രോള് കണ്ടു, താഴെ വന്നൊരു കമന്റ് കണ്ടു, അതും കൂടെ നോക്കിയിട്ട് ചെയ്യാൻ മതിയെന്ന് തോന്നി. പിന്നെ പോയത് 15 മിനിറ്റ് ആണെന്ന് അറിയത്തില്ല, ആ കൂടി അരമണിക്കൂറേ ഉള്ളൂ, 15 മിനിറ്റ് യൂട്യൂബ് കൊണ്ടുപോയി. ഞാൻ എന്തുകൊണ്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഈ സാധനം ഒന്ന് മാറ്റിവെക്കും. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ചിന്തകൾ മാറ്റിവെക്കും, ആ ചിന്തകൾ എഴുതി വെക്കും. എന്നിട്ട് പറയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യാം. ഞാൻ നിങ്ങൾ എൻ്റെ ടാബിന് അല്ലെങ്കിൽ ആ ബോർഡിനകത്ത് നോക്കിയാൽ വിളിക്കാൻ മറന്നവരെല്ലാം ലിസ്റ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ ഷിബിനെ വിളിച്ചില്ലല്ലോ, അയ്യോ ജസ്റ്റിന് ഈ കാര്യം വിളിച്ചില്ലല്ലോ, അയ്യോ ഇന്നയാളെ ഈ സമയത്ത് വിളിച്ചില്ലല്ലോ. അതെല്ലാം
ആ സമയത്ത് ഓർമ്മ. അപ്പൊ ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ പ്രാർത്ഥനയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുവാൻ ചിന്തകളിലൂടെയാണ് ആ ശത്രുവിന്റെ തന്ത്രം വരുന്നത്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ദൈവം സ്വാധീനിക്കണം, ദൈവവചനത്താൽ സ്വാധീനിക്കപ്പെടണം. ദൈവവചനം പറയാ, ജഡപ്രകാരം ആയിരിക്കുന്നവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, എന്നാൽ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു എന്ന്. നമ്മുടെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എൻ്റെ ചിന്തകൾ ഏത് വിധത്തിലാണ് മുൻപോട്ട് പോകുന്നത്, അത് പലപ്പോഴും എന്നെ സ്വാധീനിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവമക്കളാണ്, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകട്ടെ. നിങ്ങളുടെ ചിന്തകളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. വേറൊന്നും അതിനെ കൺട്രോൾ ചെയ്യാതെ വണ്ണം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. വലിയൊരു നന്മയെ കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരട്ടെ. കർത്താവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആമേൻ കർത്താവിനോടൊപ്പം ആയിരുന്നാട്ടെ. നമുക്കിനി ജലസാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് സിന്ധു, കാഞ്ഞവയിൽ നിന്നാണ് വരുന്നത്. ഒരു കൂട്ടം സൗഖ്യങ്ങളാണ് ദൈവം ഈ മകളുടെ ജീവിതത്തിൽ കൊടുത്തത്. സിസ്റ്റർ പറയുന്നത്, ഈ മോള് ഫാമിലിക്ക് പഠിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം ആയിരുന്നു. എക്സാമിന് മുമ്പേ സോളി സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. മോള് പറയുന്ന എക്സാം വളരെ ടഫായിരുന്നെന്നാണ് പറയുന്നത്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സാകുവാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഒരു സാക്ഷ്യം കൂടി പറയുന്നത്, മോൾക്ക് കോവിഡ് വന്നതിന് ശേഷം ശ്വാസമുട്ടലാൽ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പറയുന്നു, പോയി ഡോക്ടറെ കണ്ടു, ഇൻഹീലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മെയ് മാസത്തിൽ ഇവിടെ വന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, നിന്റെ മേലൊരു അലർജി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് മുതൽ ആ അലർജി മാറിപ്പോകുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് വരെയും ആ ശ്വാസമുട്ടൽ ഉണ്ടായിട്ടില്ല, പിന്നീട് ഇൻഹീലർ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഡിഫാമിന് പഠിക്കുന്ന ആളെ ഫാർമസി 6th ഇയർ കോഴ്സ്, ഡോക്ടറേറ്റ് കോഴ്സാണ്. ഞാൻ ചോദിക്കുന്നത്, അതിന്റെ അലർജി മോളെ മാറിപ്പോയി? കുറച്ച് വിവരമൊക്കെ മെഡിസിനെ കുറിച്ചുള്ള ആളാണ്. പൂർണ്ണമായിട്ട് മാറിപ്പോയി. എനിക്ക് തണുത്ത ഐസ്ക്രീമോ പാലോ അങ്ങനെയൊന്നും കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശരിക്കും പറഞ്ഞൊരു ഡോക്ടറാണ് ഇവള്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഡോക്ടറിന് തുല്യമായൊരു പഠനമോ മെഡിക്കൽ ഭാഗത്തിൽ അവൾക്ക് കർത്താവ് കൊടുത്ത സൗഖ്യം അവൾക്ക് നല്ല ഉറപ്പുണ്ടുള്ളതുകൊണ്ട് അവൾ വന്ന് പറയുന്നേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സാധാരണ ഒരു വ്യക്തിയെ പോലെ, കുഞ്ഞുങ്ങളെ പോലെ അല്ല, അവൾക്ക് കുറച്ചും കൂടെ രോഗങ്ങളെ കുറിച്ച് അറിയാം. ESRന്റെ ലെവൽ ഹൈ ആയിരുന്നു. എനിക്ക് അലർജി ഉള്ള ഒരാൾക്ക് അതേ ഹൈ ആവും. ഇപ്പം എനിക്ക് നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. ആമേൻ. അതുപോലെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. സിന്ധു സിസ്റ്ററുടെ മകൻ ആനന്ദ് സാഗർ ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. മോനൊരു കാറ് വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു ഇന്ന കാറ് വേണമെന്ന് അമ്മയോട് പറഞ്ഞു. സിസ്റ്റർ പറയുന്നത്, അതുപോലെ തന്നെ ഡയറിയിൽ എഴുതി വെച്ച് അന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തൻ്റെ മകൻ ആഗ്രഹിച്ച വിധത്തിൽ തന്നെ ഒരു കാറ് ലഭിക്കുവാനായിട്ട് ഇടയായെന്നാണ് പറയുന്നത്. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് രാജീവ്. ബ്രദർ വരുന്നത് പട്ടാഴിയിൽ നിന്നാണ്. ബ്രദർ പറയുന്നത് 4 വർഷത്തോളമായി വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത വളരെ അനുഭവത്തിലായിരുന്നു ഇവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ബ്രദർ പറയുന്ന കഴിഞ്ഞ ആഴ്ച പണി പൂർത്തീകരിച്ചു, അതിനകത്ത് താമസമായി എന്ന് സാക്ഷ്യപ്പെടുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. രാജീവ് നമ്മുടെ ചർച്ചിൽ ഒരു നല്ല ആക്റ്റീവ് കുടുംബമാണ്. രാജീവ് എല്ലാ കാര്യം പ്രാർത്ഥനയിൽ നേടുന്നൊരു സ്വഭാവമാണ് രാജീവിനുള്ളത്. കർത്താവ് കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയാം. അതേപോലെ വേറൊരു സാക്ഷ്യം കൂടിയുണ്ട് ബ്രദറിന് പറയുവാൻ വേണ്ടിയിട്ട്. ബ്രദർ പറയുന്നത്, ഭാര്യയുടെ മാതാപിതാക്കൾ ഇവരോട് പിണക്കത്തിലായിരുന്നു, വീട്ടിൽ വരികയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്രദർ പറയുന്ന സാക്ഷ്യം, അവരുടെ എല്ലാ പിണക്കങ്ങളും മാറി അവർ നല്ല സഹകരണത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അനുഗ്രഹിക്കപ്പെട്ട അത്ഭുത പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ കാണുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? രോഗസൗഖ്യമാണോ, അതോ ഒരു വിടുതലാണോ, അതോ സാമ്പത്തിക നന്മയാണോ? എന്തു തന്നെയാണെങ്കിൽ വിശ്വാസത്തോടെ ആ കാര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സാഹചര്യങ്ങൾ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ അതിനെ
കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ദൈവിക ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവ്, ഈ കാണുന്ന കുടുംബങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പ. സകല ഭാരവും നീങ്ങിപ്പോകട്ടെ, സകല ഭാരവും നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സകല ഭാരവും നീങ്ങിപ്പോകട്ടെ അപ്പ. ഹല്ലേലൂയ. കർത്താവെ, ഇവർ ആഗ്രഹിക്കുന്ന വിടുതലുകൾ ഇവരുടെ ലൈഫിലുണ്ടാകട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ. ഒരു അമ്മ പ്രാർത്ഥിക്കുക തൻ്റെ മകന് വേണ്ടി, മകൻ്റെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ടാക്കാൻ, മകൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാക്കാൻ, വഴക്കുണ്ടാക്കുന്ന ആ പ്രവണത മാറിപ്പോകാൻ കർത്താവേ, നിൻ്റെ പ്രവൃത്തി ആ മോനെ തൊടണം അപ്പ. അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ അപ്പ, സമാധാനമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതോടൊപ്പം ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, വയറിൻ്റെ ഒരു ഭാഗത്ത്, വയറിൻ്റെ മുകൾ പരപ്പിൽ നിന്ന് തൊട്ടാൽ അറിയുന്ന വിധത്തിൽ ഒരു തടുപ്പുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, നിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പ. ഇപ്പോഴത് നീങ്ങിപ്പോകട്ടെ, ഇപ്പോൾ ആ തടുപ്പ് മാറിപ്പോകട്ടെ, ഇപ്പോഴത് മാറിപ്പോകട്ടെ അപ്പ. സൗഖ്യം ഇപ്പോൾ ശരീരത്തിൽ ചലിക്കട്ടെ അപ്പോൾ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇവരുടെ കൈകൾ അനുഗ്രഹത്തിലേക്ക് വരട്ടെ, തൊടുന്നതെല്ലാം അനുഗ്രഹത്തിലേക്ക് വരട്ടെ, തൊടുന്നതെല്ലാം വർധനവിലേക്ക് വരട്ടെ അപ്പ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ചിറകിൽ കീഴിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കട്ടെ. എല്ലാവിധമായ നന്മകളെയും കർത്താവ് നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.